ശബരിമല വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നിയമ MLA അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. PD സതീശൻ ഇക്കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനമെടുക്കുക? അങ്ങനെ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യം വന്നു കഴിഞ്ഞാൽ നിലവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അതുമായിട്ട് ബന്ധപ്പെട്ട് CPM വലിയ പ്രതിരോധത്തിലാണ്. നിലവിലെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന അന്വേഷണം കൊണ്ട് മാത്രം CBIയും കൂടി കളത്തിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും? പ്രേംലാൽ, ഉറപ്പായിട്ടും ഈ പറയുന്ന രീതിയിൽ CBI അന്വേഷണത്തിലേക്ക് സതീശൻ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. കാരണം കുറ്റപത്രം ഇപ്പോൾ സമർപ്പിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാതിയെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന രീതിയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ഭക്തർ അവിടെ ഈ പറയുന്ന ശബരിമല ഈ അയ്യപ്പ സേവാ സംഘം അല്ലാതെ BJPയിലെ ഒക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അല്ലാതെ എല്ലാ പാർട്ടിയിലെയുള്ള അയ്യപ്പ ഭക്തന്മാർ അവിടെ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരത്തിനൊക്കെ മേൽ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഊരാക്കുരുക്കാറ്റ് പിണറായി സർക്കാർ 2 ടേം ഇരുന്നിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല. വിദേശത്ത് പോകാനൊക്കെ പാവം കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരെയൊക്കെ തന്നെ കുരുക്കുന്ന രീതിയിലാണ് അന്ന് ഈ നിയമം പോലീസിനെ കൊണ്ട് ഇദ്ദേഹം ചെയ്തു വെച്ചത്. അപ്പോൾ ആ കുരുക്കെല്ലാം VD സതീശൻ മാറ്റും. കാര്യം അത് അവരുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും അത് പറയാതെ പറയുന്നുണ്ട്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് അതുപോലെ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ള കാര്യം VD സതീശൻ ഈ പരാതി കൊടുക്കുമ്പോഴത്തേക്ക് ഒന്നാമത് ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് മുരളീധരനാണ്. മുരളീധരൻ ഒരു തികഞ്ഞ ഭക്തനായ ആൾ തന്നെയാണ്. മുരളീധരൻ ഒരു തികഞ്ഞ ഭക്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം, ആ കത്തിനൊരു അർത്ഥം ഉണ്ടാവും. രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന ആ കത്തിന് ഒരു വളരെ ഒരു ഗൗരവത്തോടെ. പക്ഷേ അത് ഒരു BJP സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഒരു CBI അന്വേഷണത്തിലേക്ക് പോയാൽ അതിന് രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾ വരെ ഉണ്ടാവുമല്ലോ. അല്ല പ്രേമ, ഇത് ഉടനെ CBI അന്വേഷണത്തിലേക്ക് പോവില്ല. കാര്യം ഈ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വിവാദം എന്ന് പറയുന്നതിൽ ഇപ്പം കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. അവിടെ വേറൊരു ട്വിസ്റ്റും കൂടെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ഇപ്പോൾ അവസാനം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു. 8 മണിക്കൂറോ 9 മണിക്കൂറോ ആണ് പിന്നെയും ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കണ്ഠരര് രാജീവരെ ഇനി ചോദ്യം ചെയ്യേണ്ടി വരും. കണ്ഠരര് രാജീവരെ കഴിഞ്ഞ ഭരണകാലത്ത് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അത് അവിടെ സംസാരം ഉണ്ടായിട്ടുണ്ട്. അതറിയാവില്ല. അന്ന് മുരളീധരൻ രമേശ് ചെന്നിത്തല എന്തിന് കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യണമെന്ന് ചോദിച്ചു. ഇപ്പോൾ വീണ്ടും കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കണ്ഠരര് രാജീവരെ പ്രതിപട്ടിക ഉൾപ്പെടുത്തണോ വേണ്ടേ എന്ന് SIT അന്വേഷണ സംഘത്തിന് ഒരു വല്ലാത്ത ആശങ്കയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിഷയമാണ്. അല്ല, അദ്ദേഹം പ്രതിപട്ടികയിലേക്ക് വരുമെന്നാണ് ഒടുവിൽ കിട്ടിയ സൂചനകൾ. പക്ഷേ UDFന് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നറിയില്ല. കാര്യം ഈ തന്ത്രിയെ കുടുക്കി ചിലരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമെന്നാണ് UDF ആ കാലത്ത് ആക്ഷേപിച്ചത്. അല്ല, തന്ത്രിയെ കുടുക്കി വേറെ പലരെയും രക്ഷിക്കാനെന്ന് പറഞ്ഞാൽ ആ സത്യം പുറത്തു വരുമല്ലോ. എനിക്ക് തോന്നുന്നത് പല കേസുകളിലും സതീശൻ വോളണ്ടിയറായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുമല്ലോ. എടുത്തിട്ട് അവസാനം അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവർക്ക് കൊടുത്താൽ മതിയല്ലോ. ഇപ്പം തന്നെ നമ്മൾ കണ്ട ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഈ കേസ് തന്നെ ബഡ്ജറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തു. മുഖ്യമന്ത്രിക്കൊരു സർവ്വ അധികാരമുണ്ടല്ലോ. ആ സർവ്വ അധികാരത്തിലൂടെ അദ്ദേഹം ചിലപ്പോൾ എടുത്തുകൂടാന്ന് ആര് കണ്ടു? കാര്യം കണ്ഠരര് രാജീവരെ അന്ന് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ 2 കോൺഗ്രസ് പ്രമുഖ നേതാക്കളായിരുന്നു ഈ പറയുന്ന മന്ത്രി രമേശ് ചെന്നിത്തല, ഈ മന്ത്രി മുരളീധരൻ. ഇവർ രണ്ടുപേരും അന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞതിലാണ് ഇപ്പോൾ SIT സംഘം. അല്ല, ഇപ്പോൾ ഇതിൽ എനിക്കൊരു സംശയം, ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ പൊതുമധ്യത്തിലുണ്ട്. അവിടുത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രതിപട്ടികയിലേക്ക് വന്നു, അറസ്റ്റിലായി. അപ്പോൾ ഇതിൽ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ പിന്നെ എന്തിന് ഒരു CBI അന്വേഷണം? ഇതുകൊണ്ട് തന്നെ പിടിക്കപ്പെടേണ്ടവർ അല്ലെങ്കിൽ പ്രതിപട്ടികയിലേക്ക് വരേണ്ടവരെല്ലാവരും തന്നെ വന്നിട്ടുമുണ്ട്. അല്ല പ്രേമ, ഈ കുറ്റപത്രം എന്ന് പറയുമ്പോൾ SIT അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രം ഇപ്പം തന്നെ കണ്ടില്ലേ, എത്ര നാളുകൊണ്ട് ആ കുറ്റപത്രം ഇങ്ങനെ വൈകിക്കൊണ്ടേയിരിക്കുന്നു. കുറ്റപത്രം കുറ്റമറ്റതാകാനേ അവർ നോക്കുന്നത്. അപ്പോൾ ആ ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ തന്നെ അതിലും ചിലപ്പോൾ ലൂപ്പ് ഹോൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ചില എവിഡൻസ് ഇവർക്ക് എടുത്തുകൊണ്ട് CBIക്ക് ചിലപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടു പോകാൻ കഴിയും. കാര്യം കേരളത്തിനകത്തുള്ള പോലീസാണ് പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും അടിപ്പെട്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പത്മകുമാറിൻ്റെ കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് വേറൊരു വിഷയമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള വിഷയമാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഒരു SP റാങ്കിലെ ഉദ്യോഗസ്ഥനാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലിൽ അദ്ദേഹം പറഞ്ഞത് ഈ പ്രസ്തുത ബഹളം, അവിടെ ഈ ബഹളം ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണക്കാരൻ പിണറായി വിജയൻ സർക്കാർ തന്നെയാണെന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ മനൈവി സംഘം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഘത്തിനെ ഇവിടെ സ്ത്രീകളുടെ ഒരു സംഘത്തിനെ ഇവിടെ കൊണ്ടുവന്ന്, ഞാനീ പറയുന്ന പേരിനി ശരിയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, മനൈവി സംഘമാണോ എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു സ്ത്രീകളുടെ ഒരു സംഘത്തെ ഇവിടെ കൊണ്ടുവന്ന് പമ്പയിൽ ഇറക്കി അവിടെ ഗണപതി കോവിലിൽ നിന്ന് കെട്ടുകെട്ടി നേരെ ശബരിമലയിലേക്ക് പോകാനും ഒക്കെ പോലീസ് ഓഫീസർമാർക്കുണ്ട്. അതായത് ഭരണ സംവിധാനം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ
വേലയും പിണറായി കാണിച്ചു എന്ന് പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ലോക്നാഥ് ബെഹ്റ കൂടെ ഇങ്ങനെ ഇത്തരത്തിൽ ഓപ്പറേഷൻ നടത്തണമെന്ന് പിണറായി കൊടുത്ത ഇൻസ്ട്രക്ഷൻ്റെ മീറ്റിംഗിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് വിജയ് സാക്കറെ എന്ന പോലീസ് ഓഫീസർ, എന്നിട്ട് ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ ഈ പറഞ്ഞ പത്മകുമാറിനെ അന്നത്തെ ദിവസം അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു, കൂട്ടത്തിൽ IG ശ്രീജിത്തിനെയും വിളിപ്പിച്ചു, DIG ശ്രീജിത്തിനെയും വിളിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പിണറായി സർക്കാരിന് ഒരു വിപ്ലവം അവിടെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ശബരിമല പമ്പയിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് കെട്ടി കയറി പോകാനായിട്ട് ശ്രമിച്ച് അവിടുത്തെ ശാന്തിക്കാർ കെട്ടുകെട്ടാൻ സമ്മതിച്ചില്ല ഈ സ്ത്രീകളെ. അതിന് അവിടെ അപ്പോൾ തന്നെ ബഹളം ഉണ്ടാവുകയാണ്. ആ ബഹളം ഉണ്ടാകാതിരിക്കാൻ പോലീസ് വേണ്ട രീതിയിൽ പിന്നെ ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന പോലീസ് ഓഫീസറെ രാഖി രായ്മാനം അവിടുന്ന് മാറ്റി. എന്നിട്ട് ആ പോലീസ് ഓഫീസർ ഇപ്പോൾ കേരളത്തിൽ പോലും ഇല്ല. അപ്പോൾ ഇതൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ, പക്ഷേ ഇപ്പം നിലവിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള വിഷയം സ്ത്രീ പ്രവേശനമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള. അപ്പോൾ അതിലാണ് ഇപ്പോൾ CBI അന്വേഷണം വരുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ BJPയും അല്ലെങ്കിൽ UDFും ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ നിലവിലെ അന്വേഷണത്തിൽ ഈ പിണറായി വിജയനെയോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയോ നേരിട്ട് ബന്ധിപ്പിക്കുന്ന യാതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരിപ്പോൾ പ്രതിപട്ടികയിലില്ല. അപ്പോൾ ഒരു CBI അന്വേഷണത്തിലൂടെ പിണറായിയാണോ ഇവരുദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. കാര്യം ഈ പത്മകുമാർ ഇതിനെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ ദൈവതുല്യരായി കാണുന്നവർ ആണ് എന്നെ ഇതിലൊക്കെ കൊണ്ട് തള്ളിയിട്ടത് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന മേൽശാന്തിയിലാവണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹം ദൈവതുല്യം അതെ മേൽശാന്തി അല്ല, തന്ത്രി രാജീവരാവണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇപ്പോൾ എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ ദേവതുല്യം എന്ന് പത്മകുമാർ കാണൂല. ചിലപ്പോൾ പത്മകുമാർ ദേവതുല്യം കാണുന്നത് പിണറായി വിജയൻ ആയിക്കൂടുന്നില്ലല്ലോ. ഇതിൽ പിണറായി വിജയൻ രക്ഷപ്പെടാനായി എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അതെല്ലാം പൊളിയാനാണ് സാധ്യത. കാര്യം ഇത് BJPയെ സംബന്ധിച്ച് ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നതിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ സംഭവം നടക്കുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ ഈ പണി ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ BJP അത്ര കണ്ട് വളരെ ഊർജിതമായ ഏറ്റവും കൗതുകരമായ സംഗതി. കാരണം യുവതി പ്രവേശന സമയത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ വിഷയമാക്കിയതാണ് BJP. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അത് UDF വലിയ പ്രചാരണ വിഷയമാക്കുമ്പോഴും BJP വളരെ മൗനം ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ഈ വിഷയമൊന്നും അവർ അങ്ങനെ അത്ര കണ്ട് അവർ ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷേ ഇവിടെ ഇതിപ്പോൾ വീണ്ടും ആക്റ്റീവ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിച്ച് കഴിയുമ്പോൾ ഇത് ഏതാണ്ട് കള്ളത്തരങ്ങൾ ഏതാണ്ടൊക്കെ തന്നെ പുറത്താവുമ്പോൾ ഇതിൽ തൃപ്തികരമായ ഒരു മറുപടി എന്തായാലും കിട്ടാൻ പോകുന്നില്ല. കാര്യം ആരെങ്കിലുമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രശാന്ത് പഴയ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ ഒരു കട്ടളപ്പാളി ഈ മാത്രമല്ല വേറെയും പല സ്ഥലത്തും ഇതൊക്കെ സ്വർണത്തിൻ്റെ മാറ്റ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കട്ടളപ്പാളി അല്ലാതെ വേറെയും ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ചുവരിൽ നിന്നൊക്കെ ഈ പാളികൾ ഇളക്കിക്കൊണ്ടു പോയതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ സമയത്ത് അതിലേറ്റവും എനിക്ക് ഒരു താല്പര്യം തോന്നിയത് ഈ അദ്ദേഹം നൽകിയ ഒരു പെറ്റീഷനിൽ ഈ പേപ്പറിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുറേയധികം ചെറുപ്പക്കാരെ കേസിൽപ്പെടുത്തിയതെന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് പാർട്ടി പോലും ആവശ്യപ്പെട്ടിട്ടില്ല. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള കുറേ ആൾക്കാരൊക്കെ അന്ന് അവിടെ സമരം ചെയ്തതാണ്. കെ സുധാകരൻ കണ്ണൂർ നേതാവ്. അപ്പോൾ അവർ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇത്തരത്തിലൊരു ആവശ്യം പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അല്ല, ഇതിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പത്മകുമാറിനെതിരെയുള്ള പാർട്ടി നടപടി. ഒരുപക്ഷെ അദ്ദേഹം വലിയ വെളിപ്പെടുത്തലൊക്കെ നടത്താൻ പോകുന്നു, അതൊരു പക്ഷേ പിണറായി വിജയനെതിരെ ആകും എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ വന്നു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെതിരെ പാർട്ടി വലിയ അച്ചടക്ക നടപടി എടുക്കുമെന്ന് പറയുന്നു. പിന്നീട് അത് കേവലമായൊരു സസ്പെൻഷനിൽ ഒതുക്കി. അപ്പോൾ ഇവിടെ ഒരു CBI അന്വേഷണമായിട്ട് വരുമ്പോൾ ഈ പത്മകുമാർ പറയാതിരുന്ന ചില കാര്യങ്ങൾ CBI അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ പ്രേംലാൽ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൊരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ആദ്യം പത്മകുമാർ ഈ കേസിൽ പത്മകുമാർ ഒരു ബലിയാടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാര്യം പത്മകുമാറിന് ഈ കള്ളത്തരം അറിയാം. ഈ പണം എവിടെ പോയി, ഇങ്ങനെ ഉണ്ടാക്കിയ കാശ്, ഈ സ്വർണ്ണക്കൊള്ളയിലൂടെ ഉണ്ടാക്കിയ കാശ് എവിടെ പോയി എന്ന് പത്മകുമാറിനറിയാം. പത്മകുമാർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ AK സെൻറ്റർ, പുതിയ AK സെൻറ്ററിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് കാശൊക്കെ ഇവിടുന്ന് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയിൽ നിന്ന് ചിലവാക്കിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പത്മകുമാർ തുടക്കം മുതൽ തന്നെ ദൈവത്തെപ്പോലെ കാണുന്നവർ എന്ന് പറയുന്നതിൽ മുതൽ തന്നെ പത്മകുമാറിനെ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ, ഇപ്പോൾ ഈ ഇലക്ഷൻ പോലും തോൽവിക്ക് കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒരു കാരണമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഒരു പത്മകുമാറിനെ സംരക്ഷിച്ചു? കാര്യം
ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കേട്ടതും ഇപ്പോൾ ഒരു പാർട്ടി കമ്മിറ്റി കൂടാൻ പോകുന്നു. പാർട്ടി കമ്മിറ്റി കൂടി പത്മകുമാറിനെ പുറത്താക്കുമെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നു. അവരുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു അദ്ദേഹത്തിനെ പുറത്താക്കുമെന്ന്. പക്ഷേ എന്നാലും ഈ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നവർ, പത്മകുമാറിന് ഈ പാർട്ടിക്കകത്ത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാവുന്നവർ അന്ന് തന്നെ നമ്മളോട് പലരും പറഞ്ഞിരുന്നു പത്മകുമാറിനെ ഒന്നും ചെയ്യില്ല. കാര്യം പത്മകുമാർ പലതും വിളിച്ചു പറയും. ഒന്നുകിൽ പത്മകുമാർ പാർട്ടി മാറും, പത്മകുമാർ BJP-യിലേക്ക് പോകും. BJP-യിലേക്ക് പോയാൽ BJP പത്മകുമാറിനെ സംരക്ഷിക്കും, പത്മകുമാർ പറയാനുള്ളതെല്ലാം വെട്ടിത്തുറന്ന് പറയും. അല്ലെങ്കിൽ പത്മകുമാറിനെ പാർട്ടി സംരക്ഷിച്ചാൽ വളരെ വളരെ നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന പല രഹസ്യങ്ങളും പത്മകുമാർ ചിലപ്പോൾ സൂക്ഷിക്കും. പത്മകുമാറിൽ അതങ്ങ് തീരും. അതുകൊണ്ടാണ് ഇവർ പത്മകുമാറിനെ ഒന്നും ചെയ്യാത്തത്. പത്മകുമാർ ചിലപ്പോൾ BJP-യിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാര്യം എൻ്റെ പൂർണ്ണമായ വിശ്വാസം പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ആ ലാസ്റ്റ് സ്വർണം ചെമ്പാണ്, സ്വർണം പൂശണം എന്ന് പറഞ്ഞതിൽ എഴുതിയിരിക്കുന്ന പത്മകുമാരല്ല കയ്യക്ഷരം, പത്മകുമാറിനെ കൊണ്ട് ഒപ്പിടിയിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് നിന്ന് മാറ്റി നിർത്തി എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെളിയിൽ പറഞ്ഞാൽ നമ്മൾ ഞെട്ടും. കേരളം ഞെട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ പിന്നെയും അത് CPM ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ പിണറായിയുടെ കാലശേഷമേ ചിലപ്പോൾ അതെല്ലാം വെളിയിൽ വരാനുള്ള സാധ്യതയുണ്ടാവുള്ളൂ. കാര്യം ഈ ഒരു രഹസ്യം മാത്രമല്ല, ഒരുപാട് രഹസ്യങ്ങൾ പത്മകുമാറിന് ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വെട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ രഹസ്യം പത്മകുമാറിൻ്റെ കയ്യിലുണ്ട്. അത് പാർട്ടി ഭയക്കുന്നുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി ഭയക്കുന്നുണ്ട്. ആ ഭയമാണ് അദ്ദേഹത്തിൻ്റെ ഈ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിനേക്കാളും വലിയ പ്രമാദമായ തെറ്റ് ഈ പാർട്ടി നടത്തിയവരെ ഇവർ വെച്ചിട്ടുണ്ട്, ഇവർ പുറത്താക്കിയിട്ടില്ലേ, പിന്നെ അല്ലേ ഒരു പത്മകുമാർ. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ, CPM ഭയപ്പെടുന്നുണ്ട്. അത് ഒരു വശം. പിന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കത്ത് രാഷ്ട്രീയത്തിന് അതീതമായി അതൊരു നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഒരു നല്ല കാര്യമാണത്. അത് സതീശൻ ചെയ്യുകയും ചെയ്യും.